ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുടുംബക്ഷേത്രത്തിൽ ഇന്ന് തെയ്യം തുടങ്ങുവാണ്. അപ്പോൾ 5 ദിവസത്തെ തെയ്യാണ് ഉണ്ടാവുക. അപ്പോൾ ഇന്നാണ് സ്റ്റാർട്ടിങ് ഡേ. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ തന്നെ ഗണപതി ഹോമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. 5 ദിവസത്തെ പരിപാടിയാണ് ഉണ്ടാവുക. അപ്പോൾ ഇന്ന് വൈകുന്നേരം വെള്ളാട്ടമുണ്ട് മുത്തപ്പൻ്റെ. അതിനുശേഷം ഡാൻസ് ഉണ്ട്, പിന്നെ ഒരു ചെറിയ രീതിക്ക് ഗാനമേള, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തി. അപ്പോൾ എല്ലാവരും അമ്പലം വൃത്തിയാക്കേണ്ട ഓരോരോ തിരക്കിലാന്നുള്ളത്. അപ്പോൾ അച്ഛനും പിന്നെ അച്ഛൻ്റെ പെങ്ങന്മാരും അവരെല്ലാം വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അമ്മയും അനിയനും അനിയത്തി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഓരോരോ പണിയിൽ. പിന്നെ നമ്മൾ കുറച്ച് ആൾക്കാർ വർത്തമാനം പറയുന്നുണ്ട്. നമുക്ക് കുടുംബക്ഷേത്രത്തിൽ തെയ്യം തുടങ്ങുമ്പോൾ കുടുംബത്തിലെ ആരെയും ഒരു കല്യാണം പോലെയാണ് ഫീൽ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ആ ഒരു തെയ്യം അടിച്ചു പൊളിക്കൽ. പണ്ടെല്ലാം 7 ദിവസമെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ അത് പിന്നെ കുറച്ചിട്ടാണ് 5 ദിവസം ആക്കിയത്. തെയ്യം എന്നെല്ലാം പറയുമ്പോൾ നമ്മളെ കണ്ണൂർ ജില്ലക്കാർക്ക് എല്ലാവർക്കും ഭയങ്കര എന്താ പറയുക, ഒരു ഉത്സവമല്ലേ. അപ്പോൾ ആ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. നമ്മൾ തെയ്യത്തിൻ്റെ സീസൺ ആകണ്ടിട്ട് കാത്തു നിൽക്കും. അപ്പം നമ്മളെ കുടുംബക്ഷേത്രത്തിൽ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ദിവസവും നമ്മൾ എന്താ പറയുക, ഡ്രസ്സെല്ലാം മുന്നേ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അടിച്ചു പൊളിക്കണം. ആ ഒരു വൈബിലാണ് ഉണ്ടാവുക. അപ്പം സ്റ്റേജ് കെട്ടുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന്, പിന്നെ പന്തൽ കെട്ടുന്ന ആൾക്കാർ, പിന്നെ അതുപോലെ ലൈറ്റിൻ്റെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും ഓരോരോ പണിയൊക്കെ എടുക്കുകയാണ്. നമ്മളെല്ലാവരും ഇങ്ങനെ ചുറ്റും ഓരോരോ കാര്യങ്ങളെല്ലാം ചെയ്തത് ഇങ്ങനെ ചുറ്റും പോയി കാണുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ തെയ്യത്തിൻ്റെ ഓരോരോ കാര്യങ്ങൾ പറയാൻ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. മെമ്മറീസ് എന്നെല്ലാം പറഞ്ഞാൽ കുറേ കഥയാണ്, പറഞ്ഞാലും തീരില്ല. തെയ്യം എന്ന് പറയുമ്പം തന്നെ ഭയങ്കര സന്തോഷം വരുന്നത്. നമ്മൾ കാത്തു നിൽക്കും. ഫെബ്രുവരി 12 മുതൽ 16 വരെയാണ് നമ്മളെ തെയ്യം ഉണ്ടാകുന്നത്. അങ്ങനെ 2026 പുതിയൊരു തെയ്യക്കാലം. അപ്പോൾ പിന്നെ എല്ലാവരും പണിത്തിരക്കിലും അതിലാണ്. അപ്പോൾ കുട്ടുമില്ല, കുട്ടുവിന് പിന്നെ വരാൻ പറ്റില്ലല്ലോ, കുട്ടു ദുബായിലല്ലോ. അപ്പോൾ ഇനി ഒരു 1.5 കൊല്ലം കൂടി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇനിയത്തെ തെയ്യത്തിന് കുട്ടു ഉണ്ടാവും. അപ്പോൾ കുട്ടുവിന് അതിന് ചെറിയ രീതിക്കുള്ള സങ്കടമെല്ലാം ഉണ്ട്. പക്ഷേങ്കിൽ ഓരോരോ സമയത്ത് അങ്ങനെയാണല്ലോ. അപ്പം നമ്മൾ എന്നിട്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം കുറേ എടുത്ത് റോഡ് സൈഡിൽ നിന്നുള്ള ആൾക്കാർ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഇന്ന് രാത്രി ഞാൻ പറഞ്ഞല്ലോ, ഡാൻസും പാട്ടും അങ്ങനെയുള്ള കുറച്ച് പരിപാടിയെല്ലാം ഉണ്ട്. അമ്പലം നല്ല അടിപൊളിയിൽ എന്താ പറയുക, പന്തലെല്ലാം ഇട്ട് അലങ്കരിച്ചിട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഗണപതി ഹോമം സ്റ്റാർട്ട് ചെയ്യുന്നത് 10 മണി 11 മണി എന്നെല്ലാം പറഞ്ഞു. പക്ഷേ എനിക്ക് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ട്. അങ്ങനെ നമ്മൾ കസേലയെല്ലാം വെച്ചിട്ട് സെറ്റാക്കി. പിന്നെ അതിന് ശേഷം നിറമാല ചാർത്തും, അതായത് മടപ്പുരേൻ്റെ മുന്നിൽ വിളക്കെല്ലാം കത്തിക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അനിയനുണ്ട്, അപ്പോൾ അത് ചേച്ചി, അങ്ങനെ കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ചുവെല്ലാം ഓരോ പണിയെടുക്കുന്ന തിരക്കിലാണുള്ളത്. അമ്മ എല്ലാവരും ഇങ്ങനെ ഓരോരോ പണിയെടുക്കുന്ന തിരക്കിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് നിറമാല